പാലാരൂപതയിലെ മാവിടി ചർച്ചിന്റെ മുൻഭാഗത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയുള്ള വികാരീച്ചനുമായിട്ടുള്ള നല്ല ഒരു സൗഹൃദമാണ് എന്നെ ഈ ഒരു ദേവാലയം വരെ എത്തിച്ചത്. വാഗമണ്ണിലേക്ക് ഒരു യാത്ര നടത്തിയതാണ്. തിരികെയുള്ള യാത്രയിലാണ് ഈ ദേവാലയത്തിൽ ഞാൻ പ്രവേശിച്ചത്. പ്രകൃതി രമണീയമായ സ്ഥലത്ത് തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ കൊച്ചു ദേവാലയം. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാവടി ചർച്ചിനെ കുറിച്ച് എനിക്ക് പ്രതിപാദിക്കുവാനുള്ളത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ് ഇത്. ഈ ഒരു ദേവാലയത്തിന്റെ പ്രധാന വാതില് അതിസവിശേഷതയാർന്നതാണ്. അത് എന്റെ വീഡിയോയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ചിത്രീകരിക്കുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഒരു രൂപം കൊത്തുപണികളാൽ ആലേഖനം ചെയ്തിരിക്കുന്ന പ്രധാന വാതിലാണ് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ദേവാലയം. ആനവാതിലും അതുപോലെ തന്നെ പഴക്കമേറിയതായിരിക്കാം. പഴയ കാലഘട്ടങ്ങളിലെ കലാവിരുത് അത് അവർണ്ണനീയമായ കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് ഈ ഒരു ദേവാലയത്തിന്റെ പള്ളിമുറിയാണ്. നല്ല ഉയരത്തില് നല്ല ഒരു കരിങ്കൽ കെട്ടിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു പള്ളിമുറി നിലകൊള്ളുന്നത്. പഴക്കമേറിയ ദേവാലയമാണെങ്കിൽ പോലും ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. ഇനി ദേവാലയത്തിന്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കുകയാണ്. ദേവാലയം അതിമനോഹരമായിട്ട് തന്നെ കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ഒരു ദേവാലയത്തിന്റെ അൾത്താര് കൂടി എനിക്കത് കാണുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വികാരിയച്ഛൻ തന്നെ വിരിമാറ്റി ഈ ഒരു അൾത്താരയുടെ ആഗമന വീക്ഷണം എന്റെ വീഡിയോയിൽ പകർത്തുവാൻ പറ്റാവുന്ന രീതിയിൽ എല്ലാ ക്രമീകരണങ്ങളും എനിക്ക് ചെയ്തു തന്നിരിക്കുകയാണ്. അതിമനോഹരമായ അൾത്താര. ചെറിയ അൾത്താരയാണെങ്കിൽ പോലും അതിൻ്റെതായ ഒരു ശോഭ ഈ ഒരു ദേവാലയത്തോട് അനുബന്ധിച്ചുള്ള ഈ ഒരു അൾത്താരയ്ക്കുണ്ട്. ഈ അടുത്ത കാലത്താണ് വികാരിയച്ഛൻ ഈ ദേവാലയത്തിനുള്ളിൽ ഇത്രമാത്രം ബെഞ്ചുകള് ക്രമീകരിച്ച് ഇട്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറമേയുള്ള കാഴ്ചകൾ ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തുകയായിരുന്നു. വീണ്ടും ഞങ്ങൾ അല്പമൊന്ന് കാപ്പി കുടിക്കുവാൻ വേണ്ടി പള്ളിമുറിയിലേക്ക് പ്രവേശിച്ചതാണ്. അവിടെ നിന്നുള്ള ഒരു വീക്ഷണം കൂടി ഞാൻ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഒന്ന് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് ദേവാലയം കാണുവാൻ അതിമനോഹരമായി കാണപ്പെടുകയാണ്. അതിനുശേഷം റോഡ് ഭാഗത്തേക്ക് എന്റെ ക്യാമറ കണ്ണുകൾ ചലിച്ചു കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് എന്റെ ക്യാമറയിൽ പതിഞ്ഞത്.